ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ IAS കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ നമസ്കാരം. അതായത് ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു തിരക്കിലൊക്കെ ഒരു വലിയ അപകടം തന്നെ ഒഴിവായി പോയി എന്ന് വേണം പറയാൻ. അത്രത്തോളം തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ തിരക്കൊക്കെ നിയന്ത്രണ വിധേയമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയം. ഇന്നലെ എന്തുകൊണ്ട് നിയന്ത്രണ വിധേയമായെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മളെ അന്താളിപ്പിച്ചിരിക്കുകയാണ്. അതെന്തുകൊണ്ട് പറ്റിയെന്ന് ചോദിച്ചാൽ പമ്പയിലുള്ള നിയന്ത്രണത്തിൽ വന്ന ചില പാളിച്ചകളാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ക്യൂ നിൽക്കേണ്ട, അതായത് സ്പിരിച്വൽ ബുക്കിംഗ് കഴിഞ്ഞ് ആ ഡേറ്റിൽ അല്ലാത്തവരും വന്നവരെ കയറ്റി വിട്ടതാണ് പ്രശ്നം. അതായത് 18-ാം തീയതി വരേണ്ടവര് 20-ാം തീയതി വരേണ്ടവർ 21-ാം തീയതി വരേണ്ടവരെ കൂടെ 18-ാം തീയതി വന്നു, അല്ലെങ്കിൽ അവരെ കയറ്റി വിട്ടു. അവിടെ നിയന്ത്രണം ഉണ്ടായില്ല. അപ്പോൾ നിലയ്ക്കലും പമ്പയിലുമുള്ള ക്രൗഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ പിൽഗ്രിം മൂവ്മെന്റ് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതത് ദിവസത്തെ ടിക്കറ്റുകൾ ഉള്ളവരെ കയറ്റു എന്നുള്ളെങ്കിൽ നമുക്ക് 80,000-90,000 പേരെ കൊണ്ട് ഭംഗിയായിട്ടത് ചെയ്തു. ഇന്നലെ അത് കൈവിട്ടു പോയതാണ്, ഇത് നിയന്ത്രണം വിട്ടുപോയത്. അത് ഇനി ഉണ്ടാവില്ല എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. കോടതി പറഞ്ഞത് സ്വാഭാവികമാണ്. കാരണം ഇന്നലെ ആശങ്കാജനകമായ തീരുമാനം സിറ്റുവേഷൻ ഉണ്ടായി. ഞാൻ തന്നെ അവിടുന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ ഭയങ്കരമായ ക്യൂ വന്നിട്ട് പിന്നെ ഞാൻ രാത്രി ഇറങ്ങിയിട്ടുണ്ട്. കാരണം അത്രമാത്രം രാത്രിയായപ്പോഴത്തേക്ക് കുറേയേറെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായി ആളുകൾക്ക് സുഗമമായി കാണാൻ സാധിക്കും. ഇപ്പൊ തന്നെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ ക്യൂ അനുസരിച്ചിട്ടുള്ള ആളുകൾ മാത്രമേ അവിടെ കയറാൻ പാടുള്ളൂ. ബാക്കിയുള്ളവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി നിലയ്ക്കലും പമ്പയിലും അവരെ ഹോൾഡ് ചെയ്യണം. അവരുടെ ദിവസം വരുമ്പോഴേ കയറാൻ പാടുള്ളൂ. അങ്ങനെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാവും. അങ്ങനെ ഈ 90,000 ആളുകളെ വരുന്നുള്ളൂ എങ്കിൽ നമുക്ക് അവർക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കവിഞ്ഞു വരുമ്പോഴത്തേക്ക് നിയന്ത്രണങ്ങൾ വിട്ടുപോകുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഇനി ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഹൈക്കോടതി അതുപോലെ തന്നെ ഉന്നയിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 6 മാസം മുൻപെങ്കിലും ഇതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടിയിരുന്നു എന്നാണ്. അത്തരത്തിലൊരു മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ട പ്ലാനിംഗ് ഒന്നും നടന്നിട്ടില്ലേ? 6 മാസത്തിന് മുമ്പ് തുടങ്ങണമായിരുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. ഇപ്പൊ ഞാനിപ്പോ ഒരു പരിധി കൂടെ കൂട്ടിപ്പറയല്ല. 2026 മണ്ഡലവിളക്ക് മരവിളക്ക് മഹോത്സവത്തിന്റെ ഈ ഫെസ്റ്റിവലിന്റെ തുടക്കം ഏപ്രിൽ 14 വിഷു കഴിഞ്ഞിട്ട് ഞങ്ങൾ വിഷുവിന് തൊഴുതിട്ട് ഇറങ്ങുന്ന സമയത്ത് പമ്പയില് ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടേ ഞാൻ വരുള്ളൂ. ഫെസ്റ്റിവൽ ഓഫീസ് ഏപ്രിൽ മുതൽ 2026 സന്നാഹങ്ങൾ അവിടെ നടക്കും. അങ്ങനെ വരുമ്പോൾ അടുത്ത സീസണിൽ നമ്മൾ ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് വി ആർ റെഡി ടു റിസീവ് പിൽഗ്രിംസ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറത്തക്ക രീതിയിൽ 6-8 മാസത്തിന് മുമ്പ് സംവിധാനങ്ങൾ ആരംഭിക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ ബോർഡ് സാധാരണ നടത്തുന്ന എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തു, തീരുമാനങ്ങളും എടുത്തു. പക്ഷേ എടുത്തുപോയ തീരുമാനങ്ങൾ പലതും പ്രാവർത്തികമായില്ല എന്നുള്ളതുകൊണ്ടാണ് ചില പാളിച്ചകൾ പറ്റിയത്. ഇന്നിപ്പോൾ ഈ ജനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കഴിഞ്ഞ ദിവസം വെള്ളം പോലും ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നു. ഇന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഇന്നവിടെ ഒരുപാട് ആളുകൾ 200 പേര് അഡീഷണൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും ആ പോയിന്റിൽ വർക്ക് ചെയ്യുന്നുവെന്ന് ഞാൻ ഹെഡ് കൗണ്ട് എടുത്ത് എന്നെ അറിയിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ 1 മണിക്ക് മുമ്പ് എന്നെ അറിയിക്കും, 1 മണിയോടുകൂടി അറിയിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എത്ര പേര് നമ്മൾ 300 പേരെ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുകയാണ്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 300 പേരെ ഡ്യൂട്ടിക്ക് ഇട്ടാലും ഒന്നാരും പൊങ്ങിക്കളയും. അപ്പോൾ ഇത് ഹെഡ് കൗണ്ട് എടുത്ത് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു. 300 പേര് അവിടെ ഉണ്ടാവണം. ബിസ്ക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു. 2 കോടി ബിസ്ക്കറ്റ് തമിഴ്നാട് ഗവൺമെന്റ് തന്നതെന്ന് നമ്മുടെ ഉണ്ട്, എന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ വളരെ നിയന്ത്രണ വിധേയമാണ് കാര്യങ്ങൾ. ഉദ്യോഗസ്ഥരാണോ ഈ 300 പേരും? അല്ലല്ല, നമ്മൾ ജീവനക്കാരെ താൽക്കാലികമായിട്ട് എടുത്തിരിക്കുകയാണ്. അവർ സൂപ്പർവൈസ് ചെയ്യാൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെല്ലാം ഡ്യൂട്ടി പോയിന്റുകളിലുണ്ട്. അവരവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളം കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ എന്താണ് ഈ പാളി എന്ന് പറയുന്നതൊക്കെ ഇപ്പൊ വെള്ളം കൊടുക്കാൻ ക്രമീകരണം. നമ്മൾ 300 പേരെ വിചാരിച്ചു, 100 പേരെ വന്നുള്ളൂ. അത് പ്രശ്നമുണ്ടാക്കും. അങ്ങനെയൊക്കെ ആളുകൾ വരുന്നതിന്റെ കാര്യത്തിലൊക്കെ തന്നെ കുറച്ച് താമസിച്ചു പോയി ചില കാര്യങ്ങൾ എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതൊന്നും ആശങ്കാജനകമായ സ്ഥിതിവിശേഷം ഇപ്പൊ ശബരിമലയിലില്ല. നമുക്ക് നിയന്ത്രണ വിധേയമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചു. ഇന്നത്തെ നില വളരെ ഭദ്രമാണ്. ഇന്ന് ആളുകൾ വളരെ സന്തോഷമായിട്ട് തൊഴുതു പോകുന്നുണ്ട്. ഈ NDRF സംഘമൊക്കെ ഇന്ന് സ്ഥലത്ത് എത്തുമെന്ന് അറിയിച്ചിരുന്നു. NDRF എത്തിക്കഴിഞ്ഞാൽ 50 പേര് എത്തിക്കഴിഞ്ഞു. NDRF എത്തിക്കഴിഞ്ഞു. ശരി, വളരെയധികം നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.